ഇപ്പോൾ ജിതിനുണ്ട്. ഇസ്രായേലിൽ എവിടെയാ, സ്ഥലം എവിടെയാ? ഇസ്രായേലിൽ ജെറുസലേമിലാണ്. ജെറുസലേമിലാണ്. എന്താ അവസ്ഥ? ഈ മിസൈലുകളൊക്കെ അങ്ങോട്ട് ഇറാൻ സ്ഥിരമായി അയക്കുന്നുണ്ട്, പക്ഷേ അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങൾ തടുക്കുന്നുമുണ്ട്. എന്തെങ്കിലും പരിഭ്രാന്തിയുടെ അവസ്ഥയുണ്ടോ ഇപ്പോൾ? ഇല്ല, പ്രത്യേകിച്ച് പരിഭ്രമിക്കേണ്ട അവസ്ഥയൊന്നും തന്നെ ഇല്ല. ഇന്ന് രാവിലെ ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 5 മിസൈലെങ്കിലും വന്നിട്ടുണ്ടായിരിക്കണം. ഏകദേശം 5 പ്രാവശ്യം നമുക്ക് അലാറം അടിച്ചു. ഞങ്ങൾ ഷെൽട്ടറിലോട്ട് മാറിയായിരുന്നു. ഉച്ച കഴിഞ്ഞതിന് ശേഷം വലിയ കുഴപ്പമില്ല. ഇതെല്ലാം ഒരു ഉച്ചവരെയുള്ള സമയത്തായിരുന്നു. നിങ്ങൾക്കൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഈ മിസൈൽ എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതൊരു സ്ഥിരം സംവിധാനമാണല്ലേ? ഈ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ഒക്കെ നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെയാണെന്ന് തോന്നുന്നു മിസൈലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങൾ കേൾക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യം വന്ന സമയങ്ങളിലൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. കൃത്യമായി ഇവിടുത്തെ അതോറിറ്റീസ് തരുന്ന ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് പാലിച്ച് നമ്മൾ ഷട്ടറിലോട്ട് മാറുകയാണെങ്കിൽ വലിയ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ മിസൈലിൻ്റെ ചില പാളികൾ, നമ്മൾ ഈ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ തകർക്കുമെങ്കിലും അതിൻ്റെ ചില പാളികൾ ചില സ്ഥലങ്ങളിലൊക്കെ വീഴുന്നതാണെന്ന് ആയിരിക്കാം അല്ലേ ഈ സ്ഫോടന ശബ്ദവും ഫയറും ഒക്കെ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും. ഇപ്പൊ ഇറാനിൽ നിന്ന് വരുന്ന സെർജിൽ മിസൈലുകളൊക്കെയാണ് 2000-1500 കിലോമീറ്റർ സഞ്ചരിച്ചു വരുന്ന ചെറിയ മിസൈലുകളല്ല. അത് ഇന്റർസെപ്റ്റർ അല്ലെങ്കിൽ അയൺഡ്രോം പൊട്ടിക്കുമ്പോൾ അതിന്റെ പാളികൾ തീർച്ചയായും അവിടെ ഇവിടെ വീഴും. വീഴുമ്പോൾ ഉള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്. നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? വലിയ നാശനഷ്ടം ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുവെ ഇന്ന് ഇവിടെ ഷാബത്താണ്. ഷബാത്തിന് ഇവിടുത്തെ എല്ലാം തന്നെ ഇന്ന് ആളുകളൊന്നും തന്നെ അകത്തുണ്ടാവില്ല. പുറത്തുണ്ടാവില്ല. എല്ലാവരും അകത്തായിരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ അലാറം അടിക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. അലാറം അടിക്കുന്നുണ്ട്. ഇന്ന് പൊതുവെ പബ്ലിക് ട്രാൻസ്പോർട്ട് കാര്യങ്ങളെല്ലാം തന്നെ നടവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു അപകടങ്ങളൊന്നും തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് ഈ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ ബങ്കറുകളിൽ സുരക്ഷിതരായിരിക്കണമെന്ന നിർദ്ദേശം ഓൾറെഡി നൽകിയതാണല്ലേ IDF? ഓക്കെ, അതെ, നൽകിയതാണ്. നമുക്ക് അലാറം വരും. ആദ്യം ഫോണിൽ ഒരു അലാറം വരും. അതിനുശേഷം അല്ലാതെ ഒരു അലാറം വരും. ഇപ്പൊ കേൾക്കുന്നുണ്ട് സൗണ്ട്, അതുപോലത്തെ ഒരു അലാറം വരും. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയമുണ്ട്. ആ സമയത്ത് മാറിയാൽ മതിയാവും. അതായത് മിസൈലൊക്കെ വരുന്നതിന് ഒരുപാട് സമയം മുമ്പ് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. യെസ്, കേൾക്കാം. കുറേ ദിവസങ്ങളായി ഈ ഒരു യുദ്ധം ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത്തരം മുന്നറിയിപ്പുകൾ വരുന്നുണ്ടോ? കുറെ ദിവസമായിട്ട് യുദ്ധം ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് മലയാളികളൊക്കെ ആ പ്രദേശത്ത് ഉണ്ടാവുമല്ലോ, അവരെല്ലാം സുരക്ഷിതരാണല്ലോ അല്ലേ? എല്ലാവരും സുരക്ഷിതരാണ്. ഏകദേശം 40,000 മലയാളികൾ ഇസ്രായേലിൽ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കണക്ക്. ജെറുസലേമിൽ തന്നെ നല്ലൊരു 10,000 മലയാളികളെങ്കിലും ഉണ്ടായിരിക്കണം. അവരെല്ലാം ബങ്കറുകൾക്കുള്ളിലാണ്. അലാറം അടിക്കുമ്പോൾ ബങ്കറുകളിലേക്ക് മാറുന്നുണ്ട്. ഈ ഭക്ഷണവും മറ്റു സംവിധാനങ്ങളും വെള്ളവും ഒക്കെ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടല്ലോ? എല്ലാം സ്റ്റോക്ക് ഉണ്ട്. ഇല്ലെങ്കിൽ എത്തിച്ചേരാൻ ആളുകളും ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. നമുക്കങ്ങനെ ഇതുവരെ അവിടെ ഇങ്ങനെ ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് യുദ്ധം ഉണ്ടായപ്പോഴും അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ നമ്മൾ നേരിട്ടിട്ടില്ല. ഈ ഭരണാധികാരികൾ തുടർച്ചയായി അവിടുത്തെ ടെലിവിഷനുകളിൽ കൂടിയൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ ജനങ്ങളെ? അവരെന്താ പറയുന്നത്? അതായത് ഇന്ന് നെതന്യാഹു അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ പറയുന്നത് എവിടെ മിസൈൽ വീണിട്ടുണ്ട്, ചെറിയൊരു ശബ്ദം കേട്ടു, പീസുകളായിരിക്കണം. ഓക്കെ, ഇന്ന് പറഞ്ഞിരുന്നത് വെച്ചാല് ആളുകൾ സഹകരിക്കണം, ഈ യുദ്ധം നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന രീതിയിലാണ് സംസാരങ്ങളാണ് കേട്ടത്. ഈ IDF നേരത്തെ സാധാരണയിൽ കവിഞ്ഞ് എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്? അത്തരം എന്തെങ്കിലും അറിവുണ്ടോ? അറിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് മെസ്സേജുകളായി പല കാര്യങ്ങളും വരാറുണ്ടല്ലോ? ഉണ്ട്. അത് അവര് കൂടുതലായിട്ട് അയക്കുന്ന മെസ്സേജുകൾ എന്ന് വെച്ചാൽ അവര് തരുന്ന അതോറിറ്റീസ് തരുന്ന ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് പാലിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് വരുന്നത്. ഈ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വിളികൾ വരുന്നുണ്ടാവും അല്ലേ ജിതിൻ? തീർച്ചയായിട്ടും ഒരുപാട് വിളികൾ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ പൊതുവേ ഗൾഫ് രാജ്യങ്ങളിൽ, ഇസ്രായേൽ കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് മലയാളികളുണ്ട്. കാരണം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടുത്തെ ബന്ധുക്കളൊക്കെ ഒരുപാട് പേടിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. ബങ്കർ സംവിധാനമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ. നമുക്കറിയാം ഇസ്രായേൽ താരതമ്യേന സുരക്ഷിതമാണ്. അതാണൊരു പ്രശ്നം. സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ? എല്ലായിടത്തും ഉണ്ട്. അവരോടൊക്കെ സംസാരിച്ചോ? എല്ലാവരോടും സംസാരിച്ചു. പക്ഷെ പേടിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല.
ഈ നമ്മൾ ആളുകൾക്ക് പ്രശ്നങ്ങളും പരിക്കൊന്നും ഉണ്ടാവില്ലെങ്കിലും കെട്ടിടങ്ങൾക്കൊക്കെ കാര്യമായ നാശനഷ്ടമൊക്കെ സംഭവിച്ചേക്കാം അല്ലേ, ഇത്തരം മിസൈലിന്റെ പാളികൾ വീണാലും? സംഭവിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്തും കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഒരുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ, അതെങ്ങനെയാ? വളരെ വേഗം റീപ്ലേസ് ചെയ്യപ്പെടും അല്ലേ? വളരെ വേഗം അത് തകരാറുകൾ പരിഹരിക്കും. വളരെ വേഗം തന്നെ പരിഹരിക്കും. പിന്നെ നമ്മൾ അറിയേയില്ല അങ്ങനെ ഒരു സംഭവം നടന്നതായി അല്ലേ? അതെ 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 അതെ. ഒരുപാട് സംഭവിച്ചിട്ടില്ല, എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഡയറക്റ്റ് ഹിറ്റുകളൊക്കെ ഉണ്ടായിരുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴും ഒരു മിസൈൽ പതിച്ചു എന്നാണ് ജിതിൻ പറയുന്നത്. ശബ്ദം കേട്ടു അല്ലേ? ശബ്ദം കേട്ട് എവിടെയോ അത് മിസൈൽ പൊട്ടി വീണിട്ടുണ്ടാവണം. ഹിറ്റ് ചെയ്ത പോലത്തെ ശബ്ദമാണ് കേട്ടത്. അപ്പോൾ ഇനി എന്നത്തേക്ക് ബങ്കറുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും? അത്ര എന്തെങ്കിലും ധാരണയുണ്ടോ? നിലവിൽ ഇപ്പൊ ബങ്കറിലല്ല, ഞാൻ എന്റെ റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. റൂമിലാണ്. ബങ്കറിലോട്ട് മാറും. അതിനുശേഷം ഹോം ഫ്രണ്ടിന്റെ മെസ്സേജ് വരും, നിങ്ങൾ നിൽക്കുന്ന ഏരിയ സേഫ് ആയി എന്ന് വീണ്ടും നമുക്കൊരു മെസ്സേജ് ലഭിക്കാറുണ്ട്. ആ സമയത്ത് തിരിച്ച് റൂമിലോട്ട് പോരുവാണ് ചെയ്യുന്നത്. ഈ ബങ്കറിലേക്ക് താമസം എങ്ങനെയാ? നമ്മുടെ റൂം പോലെ തന്നെയാണോ? എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? ബംഗറിൽ അങ്ങനെ താമസിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, അലാറം വരുമ്പോൾ അങ്ങോട്ട് മാറുക, അത് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. പക്ഷെ ചില ദിവസങ്ങളിൽ 4 പ്രാവശ്യം 5 പ്രാവശ്യം വരെയൊക്കെ പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. ശരി, ഇതിന് തുടരുക. നമുക്ക് താങ്കളിലേക്ക് വരാം. എന്തായാലും ചർച്ച നമ്മൾ തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അടക്കമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി എന്നുള്ള പ്രധാനപ്പെട്ട വിവരമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും കരിപ്പൂരിൽ നിന്നുമൊക്കെ ധാരാളം സർവീസുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്കുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ശ്രീ മോഹൻ നായർ. ഇതാണല്ലോ ഒരു പ്രധാന പ്രശ്നം. അതാണല്ലോ, ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് മലയാളികളുണ്ട്. ഇറാന്റെ ആക്രമണം പലപ്പോഴും അമേരിക്കയുടെ ഇത്തരം സൈനിക താവളങ്ങളിലേക്കാണ്. നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ സൈനിക താവളങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. സ്വാഭാവികമായും അത് മറ്റൊരു സംഘർഷത്തിലേക്ക് നീങ്ങും. നേരത്തെ പറഞ്ഞതുപോലെ മിസൈലുകളെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട് എങ്കിൽ പോലും അവയുടെ ഭാഗങ്ങൾ പല സ്ഥലങ്ങളിലും വീണുണ്ടാകുന്ന വലിയ സ്ഫോടനങ്ങൾ അത് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ശ്രീമോഹൻ നായർ, ശ്രീ വേണു നായർ കേൾക്കാമല്ലോ അല്ലേ? അതെ അതെ അതെ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? അല്ല, ഈ അമേരിക്കയുടെ പല സൈനിക താവളങ്ങളും നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമുണ്ട്. അത് ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നമ്മുടെ നിരവധി മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എത്രയോ മലയാളികൾ ഉള്ളതാണ്. അവരൊക്കെ ഭീതിയിലാണ്. നാട്ടിൽ വലിയ ഭീതി പടർന്നിട്ടുണ്ട്. ശരി, എൻ്റെ ഒരു മിലിറ്ററി സെൻസ് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇത് കണ്ണടച്ചുകൊണ്ടുള്ള ടാർഗറ്റിംഗ് ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ പീസ് ടൈമിൽ ഓരോ രാഷ്ട്രങ്ങളും ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും ഒരു വാർ ഗെയിമിങ് ചെയ്യും. ഇപ്പോൾ അമേരിക്കയാകട്ടെ ഇസ്രായേൽ ആകട്ടെ ഇങ്ങനെ ഒരു അറ്റാക്കിന് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്തായിരിക്കും റെസ്പോൺസ് എന്നെല്ലാം കാര്യം, ഇതിൻ്റെ കണ്ടിജൻസീസ് 1, 2, 3, 4 എന്തെല്ലാം ഇറാൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലെല്ലാം അവരാലോചിക്കും. അതിനുള്ള കൗണ്ടർ മെഷേഴ്സ് അവരാവുന്നത് പോലെയെല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറാനും ആകട്ടെ US-ന്റെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നാണ്. ഇസ്രായേൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു. അപ്പോ ശരിക്കുള്ള ടാർഗറ്റിന്റെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ, അതിന്റെ വാട്ട് ഈസ് ദ ടൈപ്പ്, അതിന് വേണ്ടിയിട്ട് ഏത് ആയുധമാണ് ഉപയോഗിക്കുന്നത് എല്ലാം ഉപയോഗിച്ച് ഇപ്പൊ GPS ഹോമിംഗ് ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തുടക്കത്തില് എങ്കിലും അവര് മിലിറ്ററി ടാർഗറ്റ്സിനൊക്കെ ആയിരിക്കും പോവുക. അപ്പോ ഇങ്ങനെ പോകുമ്പോഴേ ചില റോഗ് മിസൈൽസും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഈ മിലിറ്ററി താവളങ്ങൾക്ക് പുറത്തേക്ക് പോവാം. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ സിവിലിയൻസ് ഉണ്ടെങ്കിൽ, പൊതുജനം ഉണ്ടെങ്കിൽ അവർക്ക് കാഷ്വാലിറ്റി ഉണ്ടാവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.